ഹായ്, വെൽക്കം ടു മൈ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് മെൻ്റൽ പി പ്ലാന്റ്സിനെ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിന് വേണ്ടി സെലക്ട് ചെയ്തത്. ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ നാച്ചുറലി അവൈലബിൾ ആണെങ്കിലും എന്തുകൊണ്ടായിരിക്കും ഈ പി പ്ലാന്റിനെ മെൻ്റൽ ഓപ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. അതിന് കുറച്ച് കാരണങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ എന്താണ്, ഈ പി പ്ലാന്റിനെ ഈസി ആയിട്ട് ഗാർഡനിൽ വളർത്താൻ പറ്റുമെന്നുള്ളതാണ്. ഈസി ടു ഗ്രോ, അതായത് ഗാർഡനിൽ ഈസി ആയി വളർത്താൻ പറ്റും. നമ്മളൊരു എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ എക്സ്പെരിമെന്റ് ഓർഗാനിസം നമുക്ക് ലാബിലോ അല്ലെങ്കിൽ നമ്മളെ കൺട്രോൾ സ്പേസോ എന്തെങ്കിലും നമുക്ക് സുഖമായിട്ട് അതിനെ ഗ്രോ ചെയ്യിക്കാൻ പറ്റും. അപ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് നല്ല റിസൾട്ട് ഒക്കെ കിട്ടുകയും നമുക്ക് ഈസി ആയിട്ട് ആ എക്സ്പെരിമെന്റ് ചെയ്യാൻ സുഖമാവുകയും ചെയ്യും. അപ്പം ഒന്ന് ഈസി ടു ഗ്രോ, രണ്ടെന്താണ് ഷോർട്ട് ലൈഫ് സൈക്കിൾ ആണ്. ഈ പ്ലാന്റ് 60 to 120 ഡേയ്സ് മാത്രമേ എന്തുള്ളൂ ഈ പ്ലാന്റിന്റെ മാക്സിമം ലൈഫ് സൈക്കിൾ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ എന്ത് ചെയ്യും, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ എല്ലാ സ്വഭാവങ്ങളും കാണിച്ചുള്ള റിസൾട്ട് കിട്ടാൻ ഈസി ആയിരിക്കും. പിന്നെ മൂന്നാമതെന്താണ്, ക്ലിയർ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണ്. അതായത് ഒരു ഇതിന് ട്രേറ്റ്സ് എന്ത് ചെയ്യും, കൃത്യമായിട്ട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇത് നമ്മളെ സീഡിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, സീഡ് ഫോർ എക്സാമ്പിൾ സീഡ് റൗണ്ട് സീഡും റിങ്കിൾഡ് സീഡും. അപ്പൊ സീഡ് ഷേപ്പിൽ എന്തുണ്ട്, റൗണ്ടും ഉണ്ട് റിങ്കിൾഡ് ഉണ്ട്. അത് കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ശരിക്കും വൈരുദ്ധ്യമായുള്ള ട്രേറ്റ്സുകൾ അതിലുണ്ട്. പിന്നെ അടുത്തൊരു കാരണമായിരുന്നു സെൽഫ് ആൻഡ് ക്രോസ് പോളിനേഷൻ. ഏതിന്റെ കേസിൽ പോസിബിൾ ആണ്, നമ്മുടെ ഈ പീ പ്ലാന്റിന്റെ കേസിൽ, ഈ പീ പ്ലാന്റിലെ ഫ്ലവറിന്റെ കേസിൽ പോസിബിൾ ആണ്. അതിന് നമുക്ക് എന്താ വെച്ചാൽ, നമ്മൾ സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം പ്ലാന്റിന്റെ പോളൻസ് എന്ത് ചെയ്യും, ഈ സ്റ്റിഗ്മയില് വന്ന് എന്ത് ചെയ്യും, പോളിനേഷൻ നടക്കും. ഇതാണ് എന്ത് പറയുക, നമ്മൾ സെൽഫ് പോളിനേഷൻ പറയാം. ക്രോസ് പോളിനേഷൻ ആണ് സംഭവിക്കുന്നത് വെച്ചാൽ എന്ത് ചെയ്യും, എക്സ്പെരിമെന്റ് നടക്കുന്ന സമയത്ത് ഒരു പ്ലാന്റിന്റെ സ്റ്റേമൻ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. സ്റ്റേമൻ റിമൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ ആന്തറും അതുപോലെ അതിലുള്ള പോളൻസ് ഒക്കെ എന്ത് ചെയ്യും, പോയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിൽ പിന്നെ എന്ത് മാത്രമേ ഉണ്ടാവും, സ്റ്റിഗ്മ മാത്രമേ പ്രസന്റ് ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആ സ്റ്റിഗ്മയിലേക്ക് എന്ത് ചെയ്യും, മറ്റൊരു പ്ലാന്റിന്റെ പോളൻസ് എന്ത് ചെയ്യും, ഇതിലേക്ക് സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ക്രോസ് പോളിനേഷൻ നടക്കാൻ പറ്റും. അപ്പം ഈ സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷൻ എന്താണ്, ഇതിൽ ഈസിയാണ്. അതായത് സെൽഫ് പോളിനേഷനിൽ സെയിം സെയിം ഫ്ലവറിന്റെ പോളൻസ് എന്ത് ചെയ്യും, ഇതിലേക്ക് തന്നെ എന്ത് ചെയ്യും, സ്റ്റിഗ്മയിലേക്ക് വരും. അങ്ങനെ എന്ത് ചെയ്യും, സെൽഫ് പോളിനേഷൻ നടക്കും. മറ്റേ ക്രോസ് പോളിനേഷൻ കേസ് എന്ത് ചെയ്യും, ഏത് ഫ്ലവറിലേക്കാണ് പോളിനേഷൻ നടത്തുന്നത്, ആ ഫ്ലവറിന്റെ സ്റ്റേമൻ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് ഒഴിവാക്കുമ്പോൾ എന്ത് ചെയ്യും, അതിലെ ആന്തറിൽ പിന്നെ പോളൻസ് ആയിരിക്കില്ല. വേറൊരു പ്ലാന്റിന്റെ ഫ്ലവറിന് എന്ത് ചെയ്യും, അതിന്റെ ആന്തറിനുള്ള പോളൻസ് എന്ത് ചെയ്യും, എവിടേക്ക് വെക്കും, നമ്മളെ സ്റ്റിഗ്മ മാത്രമുള്ള ഫ്ലവറിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, പോളിനേഷൻ നടക്കും. അതാണ് എന്ത് ചെയ്യും, സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും ആണ് ഇതിന്റെ കേസിൽ ഈസി ആണെന്ന് പറയും. അപ്പൊ അതെന്താണ് ഇതിന് കാരണമായിരുന്നു. അടുത്ത ഒരു കാരണമായിരുന്നു മെനി വെറൈറ്റീസ് ഓഫ് പീ പ്ലാന്റ്സ് ആർ അവൈലബിൾ. അതായത് ഒരുപാട് വെറൈറ്റി ഓഫ് പീ പ്ലാന്റ്സ് എന്താണ് ഇതിൽ അവൈലബിൾ ആണ്. അതും എന്തിന് കാരണമായിരുന്നു, ഈ പീ പ്ലാന്റിനെ മെൻ്റൽ എക്സ്പെരിമെൻറ്റിന് വേണ്ടി സെലക്ട് ചെയ്യാൻ കാരണമായിരുന്നു. സോ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്.